ഇറാനെതിരെ വിമർശനവുമായി UAE. ഹോർമൂസിൽ ഏകപക്ഷീയമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഇറാനെ വിശ്വസിക്കാനാകില്ലെന്നും 2 മാസമായി തുടരുന്ന ഉപരോധം അവസാനിപ്പിക്കണമെന്നും UAE ആവശ്യപ്പെട്ടു. അതേസമയം യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച പുതിയ നിർദ്ദേശങ്ങൾ ഇറാൻ അമേരിക്കയ്ക്ക് സമർപ്പിച്ചു. പുതിയ നിർദ്ദേശങ്ങളോട് USA ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഉൾപ്പെടുന്ന എണ്ണ ഉൽപ്പാദക സമിതിയിൽ നിന്നാണ് നേരത്തെ UAE പിന്മാറിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാനെതിരെ ഇത്തരത്തിലുള്ള രൂക്ഷ വിമർശനം നടത്തുന്നത്. എന്തൊക്കെ തരത്തിലുള്ള പരാമർശങ്ങളാണ് UAEയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്? പ്രജിത്ത്, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇറാൻ പ്രസിഡൻഷ്യൽ അഡ്വൈസർ, അതായത് UAEയുടെ പ്രസിഡൻഷ്യൽ അഡ്വൈസർ അൻവർ ഗർഗേഷ് നൽകിയ ഒരു അഭിമുഖത്തിൽ, ഒരു മറുപടിയിലാണ് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചിരിക്കുന്നത്. ഹോർമൂസിൽ ഇറാൻ നടത്തുന്ന ഏകപക്ഷീയമായ ഇത്തരം നീക്കങ്ങൾ, അതായത് തടസ്സപ്പെടുത്തുന്ന നീക്കങ്ങളും അതുപോലെ തന്നെ എണ്ണക്കടത്തിനെ പ്രതികൂലമായി ബാധിക്കുന്ന നീക്കങ്ങളും അടിയന്തരമായി അവസാനിപ്പിക്കണം എന്ന കൃത്യമായൊരു നിലപാട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ ഈ ഹോർമൂസുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഒരു വാഗ്ദാനങ്ങളും വിശ്വസിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, അമേരിക്കയ്ക്ക് അദ്ദേഹം ഇറാൻ നൽകിയ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വിശദീകരണം എന്ന് പറയുന്നത്, ഹോർമൂസിനെ പൂർണ്ണമായും സ്വതന്ത്രമാക്കി ആണവ ചർച്ചകൾ മാറ്റിവെക്കുകയാണെങ്കിൽ വെടിനിർത്തൽ ധാരണയ്ക്കും അല്ലെങ്കിൽ സമാധാന ധാരണയ്ക്ക് തയ്യാറാകാം എന്ന് നേരത്തെ അറിയിക്കുകയും അത് ട്രംപ് തള്ളുകയും ചെയ്തിരുന്നു. അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഈ ഒരു വിശദീകരണം UAEയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നേരത്തെ പ്രജിത്ത് പറഞ്ഞതുപോലെ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ ആ ഒരു കൺസോർഷ്യത്തിൽ നിന്നും UAE പിന്മാറിയ ഒരു സാഹചര്യം ഇക്കഴിഞ്ഞ ദിവസം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കടുത്ത നിലപാടുകൾ സ്വാഭാവികമായും ഉണ്ടായിരിക്കുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര ധാരണകൾക്കനുസരിച്ചായിരിക്കണം ഈ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത റൂട്ടുകളെല്ലാം തന്നെ നിശ്ചയിക്കേണ്ടത്. അത്തരത്തിൽ അവിടെയെല്ലാം ഇടപെടലുകൾ നടത്തേണ്ടത്, അതിനുള്ള നീക്കങ്ങളാണ് നടത്തേണ്ടത് എന്നും UAE പ്രസിഡൻഷ്യൽ അഡ്വൈസർ പറയുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഇത്തരമൊരു നീക്കം UAEയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഏറ്റവും നിർണായകമായൊരു ഘടകമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, നേരത്തെ പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ അമേരിക്കയ്ക്ക് പുതിയ നിർദ്ദേശങ്ങൾ ഇറാൻ ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഈ നിർദ്ദേശങ്ങൾ സമർപ്പിച്ച പശ്ചാത്തലത്തിൽ തന്നെയാണ് UAE പ്രസിഡൻഷ്യൽ അഡ്വൈസറുടെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു നിലപാടുണ്ടായിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. 2 വാർത്തകളും ഒരുപോലെ തന്നെയാണ്, ഒരേ പശ്ചാത്തലത്തിൽ തന്നെയാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിലവിലെ സാഹചര്യത്തിൽ പുതുക്കിയ ചില നിർദ്ദേശങ്ങൾ, നേരത്തെ നൽകിയ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അമേരിക്ക തള്ളുകയും ചെയ്തിരുന്നു. വീണ്ടും പുതുക്കിയ ചില നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. അല്പസമയം മുമ്പാണ് മറ്റു വാർത്തകളെല്ലാം, അതായത് ഇന്ന് പുലർച്ചെയോടെ തന്നെ മറ്റു വാർത്തകൾ വന്നതിൽ ട്രംപ് ഒരു നിലപാട് അറിയിച്ചിരുന്നത്, ഇറാനെ ധാരണയിലെത്താൻ ഒരു തീരുമാനമുണ്ട്, പക്ഷേ ആരുമായി ധാരണയുടെ ചർച്ചകൾ നടത്തുമെന്നത് സംബന്ധിച്ച നേതൃത്വത്തിൽ ചില ആശങ്കകൾ നിലനിൽക്കുന്നതിനാലാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ട്രംപ് ഇന്ന് രാവിലെ അറിയിച്ചിരുന്നത്. സ്വാഭാവികമായും ഈ ഒരു പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസരിച്ചായിരിക്കണം ഇക്കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്ന കൃത്യമായ നിലപാട് UAEയും കൂടി തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായും ഈ ചർച്ചകൾ ബ്രിട്ടനും അതുപോലെ തന്നെ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ചേർന്ന് നടത്തുന്ന ഹോർമൂസിലെ തടസ്സങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള വിശാലമായ ചർച്ചകളുടെ ഭാഗമായി UAE പോകുന്നതാണോ എന്നതുപോലും നമുക്ക് ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. എന്തുതന്നെയായാലും നിലവിലെ സാഹചര്യങ്ങളിൽ ഈ എണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഹോർമൂസിലെ തടസ്സം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ആ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിൽ ഇറാൻ എന്തെങ്കിലും ഏകപക്ഷീയമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാനാവില്ലെന്നും അക്കാര്യത്തിൽ വിശ്വസിക്കാനാവില്ലെന്നും UAE പരസ്യമായി പറയുന്നു. അതുപോലെ തന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്നും പുതിയ നിർദ്ദേശങ്ങൾ പാകിസ്ഥാൻ വഴി അമേരിക്കയ്ക്ക് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന ഏറ്റവും നിർണായകമായ ഇടപെടലുകളാണ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രജിത്ത്. ശരി ഐസൺ, എന്തായാലും UAEയുടെ നിർണായകമായ നീക്കമായിരുന്നു ഒപ്പക്കിൽ നിന്ന് പിന്മാറുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇറാനെതിരെ രൂക്ഷമായ വിമർശനവുമായി UAEയുടെ പ്രതിനിധികൾ രംഗത്ത് വരുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ തുടർ നീക്കങ്ങൾ ഏത് രീതിയിലായിരിക്കുമെന്നുള്ളത്.